ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് SCRT-യുടെ 6ാം ക്ലാസ് സോഷ്യൽ സയൻസിൻ്റെ 11ാമത്തെ ചാപ്റ്ററാണ്. സോ ഇതിൽ നമ്മൾ സമൂഹ ജീവിതത്തിലെ വൈവിധ്യം എന്നാണ് ടോപ്പിക്കിൻ്റെ പേര്. അപ്പോൾ ഇതിൽ വരുന്ന കാര്യങ്ങൾ സോഷ്യോളജിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. സമൂഹം, സോഷ്യൽ ലൈഫ്, ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഇതിൽ വരുന്നത്. സോ ഇതൊരു വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കല്ല. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് വളരെ ചുരുക്കം ക്വസ്റ്റ്യൻസ് ഇതുവരെ വന്നിട്ടുള്ളൂ. ഇതിൽ നിന്ന് വരുവാണെങ്കിൽ തന്നെ വൺ വേർഡായിട്ട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും. ചോദിക്കുന്നെങ്കിൽ തന്നെ പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലേ ഇതിൽ നിന്ന് വരാനുള്ളൊരു സ്കോപ്പുള്ളൂ. PSC പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. സോ എന്തായാലും നമുക്ക് ഇതിലെ കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് ആദ്യം നമ്മൾ സമൂഹ ജീവിതത്തിലെ വൈവിധ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3 ചിത്രങ്ങൾ കാണാൻ പറ്റില്ല. ഒന്ന് ഒരു ഗ്രാമപ്രദേശത്തുള്ള ചിത്രം, പിന്നെന്താണ് ഒരു ഗോത്ര വിഭാഗത്തിൻ്റെ ഒരു ചിത്രം, പിന്നെന്താണ് നഗരപ്രദേശത്തുള്ള ചിത്രം. അപ്പോൾ ഇത് 3 ലൈഫ് സ്റ്റൈലുകളാണ്. നമുക്കറിയാം 3 തരത്തിലുള്ള സമൂഹങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത്. ആ ഒരു 3 എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ആദ്യം തന്നെ ഗോത്ര സമൂഹത്തെ പറ്റിയുള്ള കുറച്ച് പോയിന്റുകളാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ മെയിനായിട്ടുള്ള ഗോത്ര സമൂഹങ്ങളുടെ പേരുകൾ. ഓക്കെ, അപ്പോൾ ഗോത്ര സമൂഹങ്ങൾ ശരിക്കും എന്താ വരുന്നത്? ഗോത്ര സമൂഹങ്ങൾ ശരിക്കും നമ്മുടെ ദേശത്തുള്ള ആദ്യകാലത്തെ സമൂഹങ്ങളുടെ പിൻമുറക്കാർ എന്ന് വെച്ചാൽ ആദ്യകാലങ്ങളിൽ കാടുകളിൽ കുന്നിൻ മുകളിലൊക്കെ താമസാക്കിയിട്ട് ഇപ്പോൾ അവിടെ തന്നെ തുടരുന്നവരാണ് ഈ ഗോത്രവർഗത്തിൽ പെട്ടവർ. അപ്പോൾ ഇവിടെ ഓർത്തുകൊണ്ട പോയിന്റ്, കേരളത്തിലെ മെയിനായിട്ടുള്ള ഒരു ഗോത്രവർഗത്തിലാണ് പണിയരും കുറിച്യരും. അതിൽ പണിയറാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തോണം. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ഗോത്രവർഗം ഏതാണെന്ന് ചോദിച്ചിട്ട് മുമ്പ് അത് പണിയർ വിഭാഗമാണ്. ഓക്കെ, പണിയർ. അത് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പണിക്കാറാണ് കേരളത്തിൽ കൂടുതലുള്ളത് എന്ന് ഓർത്ത് വെച്ചാൽ മതി, പണിക്കാർ. അപ്പോൾ പണിയർ എന്നുള്ളത് കിട്ടും. അപ്പോൾ എന്താണ് ഗോത്രം എന്നുള്ള ഡെഫിനിഷൻ ഇവിടെ കറക്റ്റ് തരുന്നുണ്ട്. എന്താ? ഒരു പൊതുപ്രദേശത്ത് താമസിക്കുകയും തനത് ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ജനവിഭാഗമാണ് ഗോത്ര സമൂഹം. അപ്പോൾ അത് ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെച്ചോട്ടോ. അഥവാ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തുമ്പോൾ കൺഫ്യൂഷൻ ആവും. എക്സാം എത്തുമ്പോൾ ഇപ്പോൾ ഒരു പൊതുപ്രദേശത്ത് താമസിക്കുകയും തനത് ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ജനവിഭാഗമാണ് ഗ്രാമം എന്നുള്ള രീതിയിൽ. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് അവർ ഓപ്ഷൻ ഇടുന്ന രീതി കാണുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ അത് ഗോത്ര സമൂഹമാണെന്നുള്ള ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് നോക്കണം. ഇനി ഗോത്ര സമൂഹത്തിൻ്റെ പ്രത്യേക സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ജസ്റ്റ് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ സ്കോപ്പുള്ളൂ. ഒന്ന് ഇവർ പൊതുവെ മലയോരങ്ങളിൽ അല്ലെങ്കിൽ വനങ്ങളിൽ കുന്നിൻ മുകളിലാണ് ഇവർ താമസിക്കുന്നുണ്ടാവുക. വിട്ട പോയിന്റൊക്കെ ഞാൻ പറയട്ടോ. ഇനി വനവിഭവങ്ങൾ ശേഖരിക്കുന്നത് അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള കൃഷി രീതികൾ അല്ലെങ്കിൽ കുലത്തൊഴിലുകൾ, ഇതൊക്കെ ആയിരിക്കും ഇവരുടെ വരുമാന രീതി അല്ലെങ്കിൽ ഇവരുടെ ജോലി എന്ന് പറയുന്നത്. ഇനി ഇവർക്ക് ഇവരുടേതായ ഭാഷ ഉണ്ടാവും. പക്ഷേ മിക്കവാറും എല്ലാത്തിനും എന്തുണ്ടാവില്ല, ലിപി ഇല്ലാത്ത സംസാര ഭാഷ മാത്രമായിരിക്കും. ലിപി ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് എഴുതാൻ പറ്റില്ല, സംസാരിക്കാൻ മാത്രമേ ഉള്ളൂ. അത് സംസാര ഭാഷ മാത്രമായിരിക്കും ഈ ഗോത്ര വിഭാഗത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സവിശേഷത ഒന്ന് ഓർത്ത് നോക്കാം. നമുക്ക് ഗോത്രവർഗ്ഗങ്ങളുടെ സവിശേഷതകൾ പെടാത്തെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അവിടെ കിട്ടണേ. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇനി ഇവിടെ കേരളത്തിലെ ഗോത്ര സമൂഹങ്ങൾ പറഞ്ഞ ചെറിയൊരു ബോക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല. ഈ ബോക്സ് 1976 ഭേദഗതി ചെയ്ത പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം കേരളത്തിലെ വിവിധ ഭാഗങ്ങളായി 35 ഗോത്ര സമൂഹങ്ങളുണ്ട്. ആ ഫിഗർ ഒന്ന് ഓർത്തോക്കണേ, 35. കേരളത്തിലെ ഏകദേശം ഗോത്ര സമൂഹങ്ങളുടെ എണ്ണമാണ് ഇത് 35. അവയിൽ പണിയറാണ് എണ്ണത്തിൽ കൂടുതൽ. ഞാൻ ഓൾറെഡി പറഞ്ഞു, പണിയറാണ് എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ 35 എന്നുള്ള ഫിഗർ കൊണ്ട് ഓർത്തുക്കാം. 1976 ഭേദഗതി അത് വേണ്ട, നിങ്ങൾക്ക് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ആഡ് ചെയ്തതാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ല. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് എന്ന് പറയും. അത് എപ്പോഴാണ് വന്നത്? 1989 കേട്ടോ. 1989 ആക്റ്റാണ് അത്. ഓക്കെ, 1989 പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ ഈ ഒരു ആക്ട് വന്നിരിക്കുന്നത്. 1989 ഓർത്തോണം. നമുക്ക് ഇതെന്തായാലും പഠിക്കാനുള്ളതാണ്. നമുക്ക് ടോപ്പിക് എടുക്കുമ്പോൾ ആക്ടുകൾ എടുക്കുമ്പോൾ എന്തായാലും എന്ത് ചെയ്യും, അത് വരും. ഇനി ഇതിൽ ഗോത്ര സമൂഹം അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഗോത്ര സമൂഹങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം വിളിക്കുന്ന പേരാണ് ഊര് എന്നാണ് അതിനെ വിളിക്കുക കേട്ടോ, ഊര്. ഓക്കെ, ഗോത്ര സമൂഹങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമാണ് ഊര്. അപ്പോൾ ഓരോ ഊരിനും എന്തുണ്ടാവും, ഒരു നേതാവ് ഉണ്ടാവും. ആ നേതാവിനെ വിളിക്കുന്ന പേരാണ് ഊര് മൂപ്പൻ എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ഊര് മൂപ്പൻ എന്നാണ് ആദരവോടെ ഇദ്ദേഹത്തെ വിളിക്കുക. അപ്പോൾ പല കാര്യങ്ങൾക്കും തീരുമാനം എടുക്കുന്നത് എന്തായിരിക്കും, ഈ ഊര് മൂപ്പൻ ആയിരിക്കും എന്നുള്ള ഒരു കാര്യം എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കും. ഇനി അടുത്ത ഒരു സമൂഹമാണ് ഗ്രാമസമൂഹം. നമ്മളെ ചിത്രത്തിൽ കണ്ടില്ല, 2ാമത്തെ ചിത്രത്തിൽ ഗ്രാമമായിരുന്നു വരുന്നത്. അപ്പോൾ ഗ്രാമത്തിൽ വരുമ്പോൾ ഗ്രാമത്തിൻ്റെതായ പല സവിശേഷതകളും ഉണ്ട്. അപ്പോൾ ഗ്രാമത്തിൻ്റെ സവിശേഷതകൾ ചിലതാണ് ഒന്ന് ഗ്രാമത്തിൽ അധികം ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരസ്പരം അടുത്തറിയാവുന്നവരായിരിക്കും അല്ലേ.
അതേപോലെ വേഷം എന്ന് പറയുന്നത് ലളിതമായിട്ടുള്ള വേഷമായിരിക്കും. കൃഷിയും അനുബന്ധ തൊഴിലും പരമ്പരാഗത ഗ്രാമ സമൂഹങ്ങളിൽ മുഖ്യമായിട്ട് വരുന്നത് കൃഷിയും അനുബന്ധ തൊഴിലുമാണ് ഇവരുടെ മുഖ്യ ഒരു തൊഴിലെന്ന് പറയുന്നത്. ഇനി കൈത്തൊഴിലുകളുണ്ട്, കന്നുകാലി വളർത്തലുണ്ട്, കരകൗശല വസ്ത്രം നിർമ്മിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള തൊഴിലുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇനി ചില മുമ്പൊക്കെ കൂട്ടുകുടുംബ വ്യവസ്ഥക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു സമൂഹമാണ് ഇത് ഗ്രാമസമൂഹം എന്ന് പറയുന്നത്, ഗ്രാമങ്ങളിൽ. അതുപോലെ അയൽപ്പക്ക ബന്ധത്തിന് ഗ്രാമം പ്രാധാന്യം നൽകുന്നു അല്ലെ. അയൽപ്പക്കത്തിലെ ഗ്രാമത്തിൽ താമസിക്കുന്നവർക്ക് ഏകദേശം അയൽപ്പക്കത്തുള്ള ആൾക്കാരുടെയും അവരുടെ വിശേഷങ്ങളെയും അവരുടെ സാമ്പത്തിക സ്ഥിതിയും ജോലിയും ഒക്കെ അറിയാവുന്നവരായിരിക്കും. അപ്പോൾ അവരുടെ ഒരു ബന്ധം ഉണ്ടാവും അവിടെ. ഇനി പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഗ്രാമീണർ പരസ്പരം ചെയ്യുന്നുണ്ട്, സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഗ്രാമപ്രദേശത്തുള്ള ഗ്രാമസമൂഹങ്ങളിലെ പ്രത്യേകതകളാണ്. ഇനി മൂന്നാമത് വരുന്നതാണ് നഗരസമൂഹം. അപ്പോൾ നഗരസമൂഹത്തിന് നഗരത്തിൻ്റെതായ സവിശേഷതകളുണ്ട്. ഒന്നാമത്തെ സവിശേഷത വൈവിധ്യങ്ങളുടെ കേന്ദ്രമാണ്. അതായത് അത്രയും ഡിഫറൻറ്റ് കൾച്ചറാണ് ഒരു നഗരത്തിനുള്ളിൽ വരുന്നത്. അവിടെ തന്നെ പല ഭാഷകൾ സംസാരിക്കുന്നുണ്ടാവും, പല വേഷങ്ങൾ അണിഞ്ഞവരുണ്ടാവും, വിവിധ ഭക്ഷണ രീതികൾ പുലർത്തുന്നുണ്ടാവും, പല ടൈപ്പ് തൊഴിലുകൾ ചെയ്യുന്നവരുണ്ടാവും അല്ലെ. ഫാക്ടറി ജോലികൾ, അതേപോലെ സോഫ്റ്റ്വെയർ ഫീൽഡുകൾ, അങ്ങനെ ഒത്തിരി ഉണ്ടാവും. അതുപോലെ തൊഴിൽ സംഘടനകളുണ്ടാവും, പിന്നെ വലിയ കെട്ടിടങ്ങളുണ്ടാവും, സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടാവും. അതേപോലെ നഗര ജീവിത രീതിയിൽ ഒരു ഫാഷൻ, അതേപോലെ ജീവിത ശൈലിയിൽ വ്യത്യാസം ഉണ്ടാവും. കൂടുതൽ ജനസാന്ദ്രത ഉണ്ടാവും, അതായത് തിങ്ങി നിറഞ്ഞിരിക്കുന്നുണ്ടാവും നഗരങ്ങളിൽ അധികം. അതേപോലെ ചേരി പ്രദേശങ്ങൾ കാണും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്ത് നോക്കണേ. ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് എക്സാം ഹാളിലെത്തുമ്പോൾ ജസ്റ്റ് കൺഫ്യൂഷൻ വരുന്നൊരു ഭാഗമാണ്. നഗര സമൂഹത്തിൽ വരുന്ന ഒരു പ്രത്യേകതയാണ് ഇത് ചേരി പ്രദേശങ്ങൾ. നഗരങ്ങളുടെ ഒരു ഭാഗത്ത് വരുന്ന ചേരി പ്രദേശങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ചേരി പ്രദേശങ്ങൾ ആ ഒരു നഗരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നഗരത്തിന് പ്രത്യേകതയുള്ള സവിശേഷതകളുള്ള തന്നെ അതിനനുസരിച്ചായ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് നോക്കണ്ട. ഇതൊന്നും അതിൽ ക്വസ്റ്റ്യൻസ് വരാനുള്ളൊരു സ്കോപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും അധികം ഡീപ്പിലായിട്ട് പറയാത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് ക്രോഡീകരിച്ച് ഈ ചാപ്റ്ററിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഇതിലാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ചെറിയ കുഞ്ഞു ചാപ്റ്ററാണ്. നമുക്ക് ഇതിന് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇത് എന്ത് ചെയ്യില്ല, ചോദിച്ചിട്ടില്ല. പണി എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചോദിച്ചത്. പിന്നെ ഊര്, മൂപ്പൻ, ആ ടേംസുകളൊക്കെ ഓർത്ത് വെച്ചോ. 1989 SC/ST അട്രോസിറ്റീസ് ആക്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇനി വരുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് എടുക്കാനുള്ള സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 12 പ്രകൃതിയുടെ വാരിതാണ് കേട്ടോ. ഇത് കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്ക് അടുത്ത ടോപ്പിക്കിൽ എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.